ജോസിൽ വലിയ തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സെബിൻ എബ്രഹാം നടത്തിയിരിക്കുന്നത്. ധീരജിനെ കുത്തിയ കത്തി DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KB സെൽവത്തിൻ്റെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മോബിൻ മാത്യുവിൻ്റെയും കൈവശമുണ്ടെന്നുള്ള വെളിപ്പെടുത്തൽ. ഏതായാലും അതിനു മുമ്പ് തന്നെ സെബിൻ എബ്രഹാം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. മറ്റു ചില കോൺഗ്രസ് നേതാക്കളെ അവിടെ വിളിച്ചു വരുത്തുകയും ചെയ്തു. വളരെ കൃത്യമായി കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകമാണ് ധീരജിൻ്റേത്. ഈ സാഹചര്യത്തിൽ കെ സുധാകരൻ KPC അധ്യക്ഷൻ പറഞ്ഞതുകൂടി ഓർമ്മ വരികയാണ്. ഇരന്നു വാങ്ങിയ മരണമാണ് ധീരജിൻ്റേത്. ഓർക്കുമ്പോൾ വളരെ കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തിനടക്കം ഇടുക്കിയിലെ അതോടൊപ്പം തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനടക്കം പങ്കുള്ള ഒരു കൊലപാതകം. എന്തൊക്കെയാണ് സെബിൻ എബ്രഹാം പറഞ്ഞ മറ്റു കാര്യങ്ങൾ? സിജു, വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ഉടുമ്പൻചോല നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായ അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസ് MPയുടെ സ്റ്റാഫിലുണ്ടായിരുന്ന സെബിൻ എബ്രഹാമിൻ്റെതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ധീരജിനെ കുത്തിയ കത്തി ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. നിഖിൽ പൈലി കുത്തിയതിനു ശേഷം അത് കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നായിരുന്നു പോലീസിന് മൊഴി കൊടുത്തിരുന്നത്. എന്നാൽ അത്തരത്തിലൊരു കത്തി പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ കത്തി തന്നെ ഇത്തരത്തിൽ DCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KB സെൽവവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ മോബിൻ മാത്യുവും തന്നെ കാണിച്ചിട്ടുണ്ട്. അവരുടെ കൈവശം കത്തിയുണ്ട് എന്നാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയമായി പ്രതികരിക്കാൻ ഇപ്പോൾ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി CV വർഗീസ് ചേരുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഒന്ന്, സഖാവ് ധീരജനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി KPC പ്രസിഡന്റ് K സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം ആസൂത്രിതമായി നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ധീരജൻ്റെ പദത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ധീരജൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് കൊലയാളികളായ ആളുകളെ പിന്തുണച്ചുകൊണ്ട് ചെറുതോണി ടൗണിൽ വന്നത് തന്നെ ധീരജൻ്റെ കൊലപാതകത്തെ എൻ്റെ കുട്ടികളാണ് കൊന്നത് എന്നും ഇരന്ന് വാങ്ങിയതാണ് എന്നന്ന് K സുധാകരൻ പ്രഖ്യാപിച്ചു. KPCC നേതൃത്വം അറിഞ്ഞുകൊണ്ടും ജില്ലയിലെ DN കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഈ കൊലപാതകം എന്നുള്ളത് വളരെ സുവ്യക്തമായി ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേസിൻ്റെ അന്വേഷണത്തിൽ പിഴവ് കൂടാതെ അന്വേഷണം നടത്തി കോസെപ്പോ വിചാരണയുടെ ഘട്ടത്തിലേക്ക് എത്തുക. അതിനകത്ത് അകപ്പെട്ടിരുന്ന ഏതാനും പ്രതികളെ മോചിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് ഹൈക്കോടതി വരെ പോയി. എന്നാൽ ഹൈക്കോടതി അത്തരം വാദമൊന്നും അംഗീകരിക്കാതെ വളരെ ശക്തമായ കേസിൻ്റെ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കത്തി നഷ്ടപ്പെടുത്തി എന്നുള്ളതിൻ്റെ പേരിൽ പ്രത്യേക വകുപ്പ് തെളിവ് നശിപ്പിച്ചതിൻ്റെ പേരിൽ ബന്ധപ്പെട്ട കുറ്റവാളികളുടെ പേരിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലിൻ്റെയൊക്കെ നിരൂപത ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുന്ന എല്ലാവിധമായ പഴുതുകളും അടച്ച് കത്തി നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ തെളിവ് നശിപ്പിച്ചതിന് പേരിൽ പ്രത്യേക വകുപ്പിട്ട് വളരെ ശക്തമായ കേസെടുത്തിട്ടുണ്ട്. ആ കുറ്റവാളികളായിട്ടുള്ളവർക്കെല്ലാം ശിക്ഷ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് പുതിയ വെളിപ്പെടുത്തലൊക്കെ മാറിയ സാഹചര്യത്തിലും കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ പല പോരാട്ട നാടകങ്ങളും കളിക്കാം. ഇതിനേക്കാളൊക്കെ വലിയ നിലയിലുള്ള കളിയും പോരാട്ട നാടകങ്ങളും ഒക്കെ കോൺഗ്രസ് നടത്തിയ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഏതായാലും ഒരു കാര്യമാണ് ചരിത്രവും കാലവും തെളിയിക്കാൻ പോകുന്നത്. KPCC പ്രസിഡന്റ് K സുധാകരൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതൃത്വം ഈ ജില്ലയിലെ ഏറ്റവും സമാധാനപര അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യത്തോടു കൂട്ടി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വൃദ്ധനായ സഖാവിനെ കൊലപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയെല്ലാം കാലവും ചരിത്രവും തെളിയിക്കപ്പെടും. അതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണ സാധ്യതയൊക്കെ സംബന്ധിച്ച് ഇനിയും നിയമപരമായി അന്വേഷിക്കേണ്ടതുണ്ട്. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് കാര്യം വരുന്നതനുസരിച്ച് നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. നിയമം അറിയാവുന്ന രണ്ട് അഡ്വക്കേറ്റ്മാരുടെ കയ്യിലാണ് അഡ്വക്കേറ്റ് KB സെൽവവും അഡ്വക്കേറ്റ് മോബിൻ മാത്യുവും. ഇവരുടെ കയ്യിലാണ് ഈ കത്തി കണ്ടത് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നിയമം അറിയുന്ന ആളുകൾ തന്നെ ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കുന്നതിനും ഒക്കെ ശ്രമിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. KPCC നേതൃത്വം ക്രിമിനൽ ലോയറുകളായിട്ടുള്ള ഓരോ പ്രതികൾക്കും വേണ്ടി ഓരോ വക്കീലന്മാരെയാണ് വെച്ചിരിക്കുന്നത്. ഒരാൾക്ക് മാത്രമല്ല, ആ കേസിനകത്ത് പ്രതികളായിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ ക്രിമിനൽ ലോയർമാരായിട്ട് അഡ്വക്കേറ്റുമാരെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി അവരവരുടെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിനു വേണ്ടിയുള്ള എല്ലാവിധമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ എല്ലാ സൂക്ഷ്മാംശവും പരിശോധിച്ച് വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് ഇപ്പോൾ ഓരോരുത്തരും വെളിപ്പെടുത്തി തുടങ്ങിയല്ലോ. ഇതൊക്കെ അവസാനം ഒരു പക്ഷേ
കോൺഗ്രസ് നടത്തിയിട്ടുള്ള കൂടാനുള്ള എല്ലാ ഭാഗവും എടുക്കുക. മാത്രമല്ല ഡീൻ കുര്യാക്കോസ് ആ നിഖിൽ പൈലോടൊപ്പം നിന്ന് പരിശീലനം സിദ്ധിച്ച് അതിൻ്റെ ഭാഗമായി ഒരു കുരങ്ങിൻ്റെ കയ്യിലേക്ക് കത്തി കൊടുത്ത് കുരങ്ങിൻ്റെ നാക്ക് മുറിയുന്ന കണ്ട് നിഖിൽ പൈലോടൊപ്പം നിന്ന് പൊട്ടിച്ചിരിക്കുന്ന ഡീൻ കുര്യാക്കോസിനെ ഈ കേരളീയ സമൂഹം കണ്ടതാണ്. ആ കൊലപാതകമായ ആളിനെ ഇപ്പോഴും കോൺഗ്രസ് സൈബർ സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയായി നടത്തി, സോഷ്യൽ മീഡിയ പ്രധാനപ്പെട്ട ചുമതല എടുത്തിരിക്കുക. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഗൂഢാലോചന ഈ കേസിന് പിന്നിലുണ്ടെന്നുള്ളത് സുവ്യക്തമാണ്. എല്ലാവരും അവരുടെ അനുസരിച്ച് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആസൂത്രിതമാണ് കൊലപാതകം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു ചെറിയ സംഘർഷം പോലും ഉണ്ടാവാത്ത പ്രദേശത്താണല്ലോ, പുറത്തുനിന്നാണല്ലോ. കോൺഗ്രസിൻ്റെ അവിടുത്തെ വിദ്യാർത്ഥിയല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്ന നിഖിൽ പൈലിയാണ് ഈ കൊലപാതകത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അത് തന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കോൺഗ്രസ് നടത്തിയ ആസൂത്രിതമായ നീക്കമാണ് ഈ കൊലപാതകം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കുറ്റവാളികൾക്ക് മാത്രമല്ല, കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും ഉന്നതനായ ആരാണേലും ചരിത്രവും അതുപോലെ നിയമവും അവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാത്ത രൂപത്തിൽ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ഈ തെളിവ് നശിപ്പിക്കൽ അടക്കം നടത്തിയ ഈ അഡ്വക്കേറ്റ്മാരെ അടക്കം ഏത് രീതിയിൽ മുമ്പോട്ട് പോകും? അത് ഒന്ന്, ഈ വിഷയത്തിനകത്ത് കോൺഗ്രസിൻ്റെ അക്രമ രാഷ്ട്രീയം ഞങ്ങൾ തുറന്നു കാണിക്കും. രണ്ട്, ഇതിന് നിയമപരമായിട്ടുള്ള ഏതെല്ലാം വശങ്ങളുണ്ടോ അതെല്ലാം തന്നെ പരിശോധിച്ചുള്ള നിലപാടുമായി മുന്നോട്ട് പോകും. അതാണ് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അടക്കമുള്ള ആളുകൾ പറയുന്നത്.